ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം. ഇതാ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ് മിസ് ഇവിടെ പറയാൻ പോകുന്നത്. ചോദ്യ പേപ്പറിൽ മിക്കവാറും നമുക്കറിയാം 3 മാർക്കിന്റെ ചോദ്യങ്ങൾ 10-15 മാർക്കോളം വരുന്നതാണ്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെറ്റ് ആക്കാൻ പോകുന്നത് മുഴുവൻ നേടാൻ നിങ്ങൾ റെഡി ആയിക്കോളൂ. ഒന്നാമത്തെ ചോദ്യം നോക്കാം. റൈറ്റ് ആൻസേഴ്സ് അക്കോർഡിംഗ് ടു ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ്. ദ പ്രൊലോങ്ഡ് ഫിലമെന്റ് ഫ്രം ദ ന്യൂറോൺ സെൽ ബോഡി, ദ പാർട്ട് വിച്ച് സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ, ദ പാർട്ട് വിച്ച് ക്യാരി ഇമ്പൾസസ് ഓഫ് സിനാപ്റ്റിക് നോഡ്. അപ്പൊ ന്യൂറോണിൽ കോശ ശരീരത്തിൽ നിന്ന് നീളം കൂടിയ തന്തു ഏതാണെന്ന് നമുക്കറിയാം, ആക്സോൺ ആണ്. രണ്ടാമത്തേത് നാഡീ പ്രക്ഷേപം ശ്രവിക്കുന്ന ഭാഗമാണ്, അതേതാണ്? സിനാപ്റ്റിക് നോബാണ്. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്ന ഭാഗം ഏതാണ്? യെസ്, നമ്മുടെ ആക്സോണൈറ്റ് ആണ്. ഇത് 3 എഴുതിയാൽ 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത ചോദ്യം നോക്കാം. റിലേറ്റ് ദ കോളംസ് എ ആൻഡ് ബി. ഇപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നസ്, കളർ ബ്ലൈൻഡ്നസ്, സിറോപ്താൽമിയ ഈ ഡിസീസുകൾ തന്നിട്ടുണ്ട് അല്ലേ. നെയിം ദ വിറ്റാമിൻ റിലേറ്റഡ് ടു സിറോപ്താൽമിയ. റൈറ്റ് ദ കളേഴ്സ് വിച്ച് കളർ ബ്ലൈൻഡ്നസ് പേഴ്സൺ കനോട്ട് ഐഡന്റിഫൈ ആൻഡ് ദ പാർട്ട് ഓഫ് കളർ പിഗ്മെന്റ് വിച്ച് ഫോംസ് ഫ്രം ദ വിറ്റാമിൻ. 3ന്റെയും ചോദ്യങ്ങൾ മനസ്സിലാക്കി എന്ത് ചെയ്യണം, അത് കമ്പയർ ചെയ്ത് എഴുതണം. അപ്പൊ നമുക്കറിയാം, നിശാന്തത എന്ന് പറഞ്ഞാൽ എന്താ? മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കുറയുന്നതാണ് അല്ലെ. നിശാന്തത എന്ന് പറയുന്നത് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കുറയുന്നതാണ്. വർണ്ണാന്തത എന്ന് പറഞ്ഞാലോ? വർണ്ണാന്തത എന്ന് പറഞ്ഞാൽ കളർ ബ്ലൈൻഡ്നസ് ആണ്. ഇവിടെ നോക്കാം, ഇവിടെ മിസ് മാച്ച് ചെയ്ത് കാണിച്ചാൽ നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ക്ലിയർ വിഷൻ ഇൻ ഡിം ലൈറ്റ് ആണ്. കളർ മെയ്സ് ഡിഫക്ട് ഓഫ് കോൺജൽ ആണ്. സിറോപ്താൽമിയ എന്ന് പറഞ്ഞാൽ എന്താ? കോർണിയ ബിക്കെ ഒപ്പീക്ക് ആണ്. ഇനി സിറോപ്താൽമിയ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ? വിറ്റാമിൻ എന്റെ ക്വസ്റ്റ്യൻ നോക്കുക. സിറോപ്താൽമിയ ബന്ധപ്പെട്ട വിറ്റാമിൻ എ തന്നെയാണ്. ഇനി വർണ്ണാന്തതയുള്ളവർക്ക് ഏതൊക്കെ നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയില്ല എന്നാണ്. അതേതാണ്? വേർതിരിച്ച ഏത് വിറ്റാമിൻ ആണെന്ന് നമ്മൾ എഴുതി കഴിഞ്ഞു. ഏതൊക്കെ കളറാണ് മനസ്സിലാവാത്തത്? റെഡും അതുപോലെ തന്നെ ഗ്രീനുമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിറ്റാമിൻ എയിൽ നിന്ന് രൂപപ്പെടുന്ന കാഴ്ച വർണ്ണകം, ദ പാർട്ട് ഓഫ് കളർ പിഗ്മെന്റ് വിച്ച് ഫോംസ് ഫ്രം വിറ്റാമിൻ എ. വിറ്റാമിൻ എയിൽ നിന്ന് ഉണ്ടാവുന്നത് ഏതാണ്? യെസ്, നമ്മുടെ റെറ്റിനാൽ ആണ് അല്ലെ. റെറ്റിനാൽ ആണ്. ഇത് 3 എഴുതി കഴിഞ്ഞാൽ 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത നോക്കാം. റൈറ്റ് ഓൺ ദ തിങ്സ് അബൌട്ട് ട്യൂബർകുലോസിസ് ഗിവൺ ബിലോ. ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കാനാണ് ജോലി. നോക്കാം, ഏതൊക്കെയാണ് ട്യൂബർകുലോസിന്റെ പാത്തജൻ ആണ്? പാത്തജൻ നമുക്കറിയാം മൈക്രോബാക്ടീരിയ ട്യൂബർകുലോസിസ് ആണ്. അവിടെ ഉപയോഗിക്കുന്ന വാക്സിൻ ആണ് അടുത്ത ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ BCG വാക്സിൻ ആണ്. അടുത്ത് നോക്കുക. എനി വൺ സിംറ്റം അല്ലെ. ട്യൂബർകുലോസ് അല്ലെ ക്ഷയത്തിന്റെ ഒരു സിംറ്റം ആണ് ഭാരക്കുറവ് അല്ലെങ്കിൽ ക്ഷീണം എഴുതാം, സ്ഥിരമായി ചുമ, ലോസ് ഓഫ് വെയിറ്റ് എഴുതാം, ഫാറ്റീഗ് എഴുതാം, പെർസിസ്റ്റന്റ് കഫ്. ഇതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. 3 മാർക്ക് സെറ്റ് ആണല്ലോ. അടുത്ത ചോദ്യം. വാട്ട് ഈസ് എ റിലേഷൻ എമംഗ് ആന്ത്രോപോയിഡി, സെർക്കോപിത്തക്കോയിഡി, ഹോമിനോയിഡി? ഇവ 3 തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഗിവ് വൺ എക്സാമ്പിൾ ഈച്ച് ഓഫ് സെർക്കോപിത്തക്കോയിഡി ആൻഡ് ഹോമിനോയിഡി. നമുക്കറിയാം, ആന്ത്രോപോയിഡി എന്ന് പറയുന്ന നമ്മുടെ ഹ്യൂമൻസ് ഇൻ ഡെവലപ്മെന്റ് എടുക്കുമ്പോൾ ആന്ത്രോപോയിഡിന്റെ 2 ക്ലാസസ് ആണ് ഇത്, സെർക്കോപിത്തക്കോയിഡും ഹോമിനോയിഡും അല്ലെ. ആന്ത്രോപോയിഡിൽ നിന്ന് പരിണമിച്ചുണ്ടാവുകയാണ് സെർക്കോപിത്തക്കോയിഡും ഹോമിനോയിഡും. എക്സാമ്പിൾ ചെയ്തണം. സെർക്കോപിത്തക്കോയിഡ് മങ്കി മാത്രമാണ് നമുക്ക് എഴുതാം. ഹോമിനോയിഡ് ഏതൊക്കെയാണ്? ഗിബൺ എഴുതാം, ഒറാങ്കുട്ടൻ എഴുതാം, മാൻ ഹ്യൂമൻ ബീങ് എഴുതാം. ഇതിൽ ഏത് വേണേലും നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. അടുത്ത നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. സ്കെച്ച് നോക്കുക. എയും ബിയും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, എയും ബിയും എന്താണെന്നാണ്. എ നമുക്കറിയാം എന്താണ്? റോഡ് സെൽ, റോഡ് കോശമാണ്. ബി എന്ന് പറയുന്നത് കോൺ സെൽ, കോൺ കോശമാണ്. ഇവ കണ്ണിൽ എവിടെയാണ് കാണപ്പെടുന്നത്? എവിടെയാണ് നമ്മൾ കാണുക? നമ്മുടെ റെറ്റിനയിലാണ് അല്ലെ, ദൃഷ്ടിപടലത്തിലാണ് കാണുന്നത്. ഇനി ഇവയുടെ ധർമ്മങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? റോഡും കോണും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? റോഡ് നമ്മളെ ഡിം ലൈറ്റിൽ, മങ്ങിയ പ്രകാശത്തിൽ കാണാനാണ് സാധ്യമാക്കുന്നത്. കോൺ എന്ന് പറയുന്നത് നല്ല വെളിച്ചത്തിൽ അല്ലെ, തീവ്ര പ്രകാശത്തിൽ കാണാൻ സാധിക്കുന്നു. അത് മാത്രമല്ല, ടു ഐഡന്റിഫൈ ഡിഫറെന്റ് കളേഴ്സ്, നിറങ്ങളെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. അടുത്ത നോക്കുക. എയ്ഡ്സ് ഈസ് കോസ്ഡ് ബൈ HIV. വിച്ച് സെൽസ് ആർ എഫക്റ്റഡ് ബൈ എയ്ഡ്സ്? എയ്ഡ്സ് കോസ് ചെയ്യുന്ന HIV ആണ് നമുക്കറിയാം അല്ലെ. ഏതാണ്? വിച്ച് സെൽസ് ആർ എഫക്റ്റഡ് ബൈ എയ്ഡ്സ് ഏതാണ്? ലിംഫോസൈറ്റുകളെയാണ് ബാധിക്കുന്നത്. നമ്മൾ മുന്നേ പഠിച്ചതാണ്. റൈറ്റ് ടു കണ്ടീഷൻസ് ഓഫ് HIV ട്രാൻസ്മിഷൻ. HIV ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഏതൊക്കെ രീതികളാണ്? ഒന്നെന്താണ്? അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, അൺസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെന്റ്സ്, അണുവിമുക്തമാക്കാത്ത സൂചി, പിന്നെന്താണ്? സിറിഞ്ച് ഉപയോഗം. ഇതൊക്കെ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ എയ്ഡ്സ് പകരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ നമ്മുടെ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഡിസീസുകളുടെ ടേബിൾ തന്നിട്ടുള്ളത് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടത്. ഇവിടെ നോക്കുക. ഡോപ്പമിന്റെ അഭാവം മൂലമുള്ള രോഗം, അതിന്റെ ലക്ഷണം ഏതാണ് അല്ലെ. ഡിസീസ് ആൻഡ് സിംറ്റം. ഡിസീസ് ഏതാണ്? പാർക്കിൻസൺ ആണ്. അവിടെ സിംറ്റം എന്ന് വരുമ്പോൾ എന്താണ്? ലോസ് ഓഫ് ബോഡി വയലൻസ്, ഷിവറിങ്, സലൈവറി ഡിസ്ചാർജ്. ശരീര തുലനമെങ്കിൽ തകരാറാവാം, ശരീരം വിറയ്ക്കുന്നതാവാം, ഉമിനീര് ഒഴുകുന്നതാവാം. ഇനി രണ്ടാമത് നോക്കുക. വായിൽ നിന്നും നുരിയും പതയും വരുന്നത്. അതേതാ ഡിസീസ്? നമ്മുടെ എപ്പിലെപ്സി ആണ് അല്ലെ. എപ്പിലെപ്സി ആണ്, അതായത് അപസ്മാരമാണ്. അതിന്റെ ലക്ഷണം എന്ന് പറയുമ്പോൾ അൺകൺട്രോൾഡ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് സിഗ്നൽസ് ത്രൂ. എന്താണ് അതിന്റെ റീസൺ? തലച്ചോറിൽ തുടർച്ചയായതും ക്രമരഹിതമായ വൈദ്യുത പ്രവാഹമാണ്. ഇനി അൽഷിമേഴ്സിന്റെ കാരണവും ലക്ഷണം, റീസണും അതിന്റെ സിംറ്റോമാണ് എഴുതേണ്ടത്. ഓർമ്മ നശിക്കുന്നതാണ് അല്ലെ. ഓർമ്മ നശിക്കുന്നതാണ് അതിന്റെ കാരണം. എന്തൊക്കെയാണ്? ദിനചര്യകൾ ചെയ്യാൻ കഴിയാതെ വരിക, നമ്മുടെ ഡെയിലി റുട്ടീൻ എന്ത് ചെയ്യുന്നു? ഇതാണ് നമ്മുടെ സിംറ്റം എന്ന് പറയുന്നത്. അപ്പൊ അത് കിട്ടിയിട്ടില്ലോ. ഇനി അടുത്ത് നോക്കുക. കെമിക്കൽ സബ്സ്റ്റൻസ് ആർ സെക്രീറ്റഡ് ബൈ സർട്ടൻ ആനിമൽസ് ടു സറൗണ്ടിങ്സ് ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ.
മിക്കവാറും ഹോർമോണുകളെല്ലാം രാസസന്ദേശം സാധ്യമാക്കുന്ന ശരീരത്തിനുള്ളിലാണ്. എന്നാൽ ശരീരത്തിന് പുറത്ത് ആശയവിനിമയം സാധ്യമാക്കാൻ ജീവികൾ ഉൽപ്പാദിക്കുന്ന രാസവസ്തുക്കളുണ്ട്. അത് ഏതാണെന്ന് എഴുതണം. ഏതാണ് നമുക്കറിയാം, ഫെറമോൺ ആണ് അല്ലേ, ഫെറമോൺസ് ആണ്. അത് എഴുതിയാൽ ഒരു മാർക്ക് കിട്ടി. ഇവയുടെ ധർമ്മങ്ങൾ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വീണ്ടും ഒരു മാർക്ക് കിട്ടും. ഇതൊക്കെയാണ് അട്രാക്ടിങ് മേറ്റ്സ്, ഇൻഫോമിംഗ് അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഡിറ്റർമൈൻ ദ പാത്ത് ഓഫ് ട്രാവൽ, ഇൻഫോമിംഗ് ദ ഡേഞ്ചേഴ്സ് അല്ലെ, പിന്നെ ചേരാൻ അല്ലെങ്കിൽ ഡേഞ്ചർ ഉണ്ട് അപകട സൂചന അറിയിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ മേറ്റ്സിനെ അട്രാക്ട് ചെയ്യാൻ, ഫുഡ് അവൈലബിലിറ്റി അറിയിക്കാൻ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഇത് യൂസ് ചെയ്യുന്നു. അടുത്ത് നോക്കുക, ഇത്തരം രാസവസ്തുക്കൾ ഉദാഹരണമാണ്. ഏതൊക്കെ എക്സാമ്പിൾ നമുക്ക് എഴുതാൻ പറ്റും, സിവറ്റോൺ ഉണ്ട്, അതുപോലെ തന്നെ മസ്കോൺ ഉണ്ട് അല്ലെ. ഇതൊക്കെ എന്താണ്, അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഞാൻ അടുത്ത് നോക്കിക്കേ, ദ സ്റ്റേജസ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ആർ ഗിവൺ ബിലോ. പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് യൂസിംഗ് ദ സ്റ്റെപ്പ്. പ്രോട്ടീൻ സിന്തസിസിന്റെ സ്റ്റെപ്പ് ആണ് ഇത്. നമ്മൾ ഓൾറെഡി സ്റ്റെപ്പുകളൊക്കെ പഠിച്ചതാണ്. ഇതിന്റെ ഓർഡർ മാത്രം കറക്റ്റ് ആയിട്ട് എഴുതാൻ നിങ്ങൾ പഠിക്കണേ. ഇതിന്റെ ഓർഡർ നോക്കുക. ആദ്യം mRNA DNA നിന്ന് ഫോം ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇറ്റ് റീച്ചസ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസിൽ നിന്ന് പുറത്ത് സൈറ്റോപ്ലാസ്റ്റിലേക്ക് എത്തുന്നു, എന്നിട്ട് mRNA റൈബോസോമിലേക്ക് എത്തുന്നു. റൈബോസോമിൽ എത്തിക്കഴിഞ്ഞാൽ tRNA ക്യാരീസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അമിനോ ആസിഡ്. tRNA എന്ത് ചെയ്യുന്നു, പല അമിനോ ആസിഡുകളെ കൊണ്ടുവരുന്നു. അമിനോ ആസിഡ് ആർ ആഡഡ് ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ ഓഫ് mRNA പറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർക്കുന്നു. ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നു, പ്രോട്ടീൻ യൂസ് ചെയ്യുന്നു. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ, ഐഡന്റിഫൈ ദ ഫിഗർ, റൈറ്റ് എ ആൻഡ് ബി, വിച്ച് നൈട്രജൻ ബേസ് ഫൗണ്ട് ഓൺലി ഇൻ RNA എന്നാണ്. നൈട്രജൻ ബേസ് ഉണ്ട്. ഇതെന്താണ്, ഫോസ്ഫേറ്റ് മോളിക്യൂൾ, ഷുഗർ മോളിക്യൂൾ അല്ലേ, നമ്മുടെ പഞ്ചസാര തന്മാത്രയും അതുപോലെ തന്നെ എന്താണ്, ഷുഗർ മോളിക്യൂൾ ആണ്. ഇതിന് നമ്മൾ എന്താ പറയാ, ന്യൂക്ലിയോടൈഡ് എന്നാ പറയാ അല്ലെ, ന്യൂക്ലിയോടൈഡ്. അപ്പൊ ഷുഗറും ഫോസ്ഫേറ്റും നൈട്രജൻ ബേസും കൂടെ ചേരുന്നതിന് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നു. എക്സാമ്പിൾ നമ്മുടെ RNA കാണുന്ന ഒരു എക്സാമ്പിൾ ആണ് യുറാസിൽ എന്ന് പറയുന്നത്. RNA മാത്രം കാണുന്നതാണ് യുറാസിൽ എന്ന് പറയുന്ന നൈട്രജൻ ബേസ്. അടുത്ത നോക്കിയാൽ, ഡു നോട്ട് യൂസ് ആന്റിബയോട്ടിക്സ് വിത്തൗട്ട് ദ റെക്കമെൻഡേഷൻ ഓഫ് ഡോക്ടർ. വൈ? ഡോക്ടർ നിർദ്ദേശപ്രകാരം ഇല്ലാതെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം വ്യക്തമാക്കാനാണ്. എങ്ങനെ നമുക്ക് വ്യക്തമാക്കാം? ഒന്നാമത്തെ കാര്യം, പല പ്രശ്നങ്ങൾ വരുന്നു അല്ലെ. മെഡിസിനെ പോലെ എഫക്റ്റീവ് ആണെങ്കിൽ കൂടെ റെഗുലർ യൂസ് ചെയ്ത് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. എന്തൊക്കെയാണ്? റെഗുലർ യൂസ് ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി, ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. പക്ഷേ ഉപകാരികളെ ബാക്ടീരിയ നശിപ്പിക്കുന്നു. ബാക്ടീരിയകൾക്കെതിരെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇമ്മ്യൂണിറ്റി. ബാക്ടീരിയ അതിനെതിരെ ഇമ്മ്യൂണിറ്റി ഉണ്ടാവുന്നു. ഡിസ്ട്രോയ് യൂസ്ഫുൾ ബാക്ടീരിയ, റെഡ്യൂസസ് ക്വാണ്ടിറ്റീസ് ആൻഡ് വിറ്റാമിൻസ് ഇൻ ദ ബോഡി. രോഗകാരികൾ അതിജീവന ശേഷി ഉണ്ടാക്കുന്നു. അത് മാത്രമല്ല നമ്മുടെ ബോഡിയിലുള്ള ചില വിറ്റാമിനുകളും നശിപ്പിക്കപ്പെടുന്നു. അപ്പൊ ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഈ കാര്യങ്ങൾ പഠിക്കാം. 3 മാർക്കിന്റെ ഇതേപോലെ പല രീതിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക. സെറ്റ് ആക്കി നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.